ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൂർക്ക ഉപ്പേരിയാണ്. ഞാൻ കൂർക്ക വാങ്ങിച്ചു കൊണ്ടതാണ്. കൂർക്ക നന്നായി തൊലിയൊക്കെ അരിഞ്ഞ് ഒരു സെറ്റാക്കണം. അപ്പോൾ നമ്മൾ എൻ്റെ അമ്മൂമ്മ കഴുകുകയാണ് തൊലി കളയാൻ. ഇതാണ് കൂർക്ക ആദ്യത്തെ ഒരു ഇതായിട്ട്. അപ്പോൾ കൂർക്ക നന്നായി തൊലി കളഞ്ഞെടുക്കുകയാണ് നമ്മൾ. കൂർക്ക തൊലി കളയാൻ എളുപ്പമുള്ള മാർഗം, ആദ്യം നമ്മൾ ഇത്തിരി വെള്ളം നനച്ചിട്ട് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അത് നന്നായി സ്ക്രബ് ചെയ്യാം. അതിൻ്റെ തൊലി ഫുള്ളും നമ്മളിങ്ങനെ നന്നായി സ്ക്രബ് ചെയ്ത് കളഞ്ഞെടുക്കുക. നല്ലൊരു ഇതിലായി കളഞ്ഞെടുക്കുക. അതിനുശേഷം നല്ല കഴുകെടുത്ത് നല്ല കൂർക്ക നന്നായി വെളുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രസത്തിലായി വന്നിട്ടുണ്ട്. തൊലിയൊക്കെ ഇത്തിരി കൂടി കളയാണ്ട് അത് നമ്മൾ കത്തിയോണ്ട് ചെത്തണം. ചെത്തി കഴിഞ്ഞ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് വെള്ളം ഒഴിച്ച് അതിൽ നല്ല മണ്ണുണ്ടാവുമല്ലോ, ആ മണ്ണ് പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് കൊടുക്കുകയാണ്. വെള്ളത്തിൽ നമ്മൾ കൂർക്ക 2-3 മിനിറ്റ് നമ്മൾ ഇട്ട് വയ്ക്കുക. അതിനുശേഷം നന്നായി അരിയുക. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കൂർക്ക അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇത് നമ്മുടെ കുക്കറിലേക്ക് മാറ്റുക. വെള്ളം ഒഴിച്ച് കളയേണ്ട, വെള്ളത്തോടെ നമ്മൾ കുക്കറിലേക്ക് മാറ്റുക. മാറ്റിയതിന് ശേഷം നമ്മളിത് കുക്കർ നന്നായി അടച്ച് വെച്ച് നല്ല ഫ്ലെയിമിൽ വേവിക്കേണ്ടതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. 2 അടി അടിച്ചാൽ മതി, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിൽ കൂടുതൽ അടി അടിക്കാൻ പാടില്ല. ഈ കുക്കർ 2 അടി അടിപ്പിക്കാം. 1 അടി അടിച്ചു. അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 സവാള എടുത്തിട്ട് നന്നായി ഒന്ന് അരിയണം. എന്നിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി എണ്ണ ഒഴിച്ച് നല്ലൊരു ബ്രൗണിഷ് കളർ വരുന്ന വരെ നമ്മളൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഒരു ബ്രൗണിഷ് കളറായി വരുന്ന വരെ നമ്മളാക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ സവാളയിൽ തന്നെ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എൻ്റെ അമ്മൂമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കാൻ വരുന്ന അസിസ്റ്റൻറ്റ്. നന്നായി വഴറ്റി കൊടുത്ത് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായി ബ്രൗണിഷ് ഷെയ്ഡ് ആവണ വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. നല്ല ബ്രൗണിഷ് ഷെയ്ഡിൽ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുക. പാനിലേക്ക് നന്നായി എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി വഴറ്റി ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്കായി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ചതമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എണ്ണ കുറയാൻ വേണ്ടി നന്നായി വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നല്ല ഒരു ഇതിലായിട്ട് നമ്മുടെ കൂർക്ക വന്നിട്ടുണ്ട്. അതിന് ശേഷം നല്ല കൂർക്ക വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അമർത്തിയാൽ പോലും നന്നായി സോഫ്റ്റായിട്ട് അമരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാത്രത്തിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് വെച്ച ആ ചതമുളകും ഉള്ളിയും ഇട്ട് വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കൂർക്ക ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ കൂർക്കയുടെ കളറ് മാറുന്ന വരെ, അതായത് ഈ റെഡിഷ് ഒരു ബ്രൗണിഷ് കളറ്, ഒരു നല്ല കൂർക്ക ഉണ്ടാക്കുമ്പോൾ ഒരു കളർ ഉണ്ടാവില്ല, ആ കളറാവണ വരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുക. അടിയിലുള്ള മസാലകളൊക്കെ നന്നായി കുറുക്കയിൽ പിടിക്കണം. അതുവരെ നമ്മൾ നന്നായി വഴറ്റി കൊടുക്കണം. നല്ല ഒരു ഫ്ലെയിമിലിട്ട് നന്നായി നല്ല ചൂട് കൊണ്ട് അത് നന്നായി വേവണം. എൻ്റെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഞാൻ പറഞ്ഞ പോലെ ആ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കണം. എന്നാലേ ഈ കൂർക്ക നല്ല ഒരു നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇനി കൂർക്ക നമുക്ക് അടച്ച് വയ്ക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് അടച്ച് വയ്ക്കാം 15 മിനിറ്റ്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ഒരു അരമണിക്കൂർ ഞാൻ പിടിച്ചിട്ടുണ്ടാവും. 10-15 മിനിറ്റ് പിടിച്ചാൽ മതി. അരമണിക്കൂർ പിടിച്ചാൽ ഇത്തിരി കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പാത്രം വെച്ച് ഒന്നും കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക.
അങ്ങനെ നമ്മുടെ കൂർക്കുപ്പേര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.